അപ്പം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും അതേപോലെ തന്നെ വേദനയും ഒക്കെ മാറ്റി നല്ല ഉന്മേഷമൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബാർലി പൗഡറാണ്. ബൗളിലേക്ക് 1 സ്പൂൺ ബാർലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ നമ്മുടെ ജോലി. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ആ ബാർലിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാർലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മൂത്രത്തിലെ അണുബാധ മൂലമുണ്ടാകുന്ന നടുവേദന, അടിവയറ്റിലുണ്ടാകുന്ന വേദന, ഇതിനെല്ലാം ഉത്തമമാണ്. മാഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവഴി തന്നെ നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശരീരക്ഷീണവും അതേപോലെ തന്നെ വേദനയ്ക്കും ഒക്കെ ആശ്വാസം കിട്ടും. നല്ല ഉന്മേഷമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം നാരങ്ങ നീര് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാർലി വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോഴേ കട്ടി കൂടുതലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് നമുക്ക് കുടിക്കാവുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. പകൽ വേണം ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ശരീരവേദനയ്ക്കൊപ്പം സന്ധിവീക്കം, അതേപോലെ തന്നെ പനി, ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാറാതെ നിൽക്കുന്ന ശരീരവേദന ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ.